അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നൗഫലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വീണ്ടും ഹജ്ജിൻ്റെ സമയത്തായതുകൊണ്ട് നമ്മുടെ ഹാജിമാർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടുത്തെ അപ്ഡേഷനുകളും ഇവിടുത്തെ ഹജ്ജിൻ്റെ സമയത്ത് ഹാജിമാർ വരുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു ചാനലിലൂടെ. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഹാജിമാർ അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ വരുന്ന ഇന്ത്യൻ ഹാജിമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയാണെന്നുള്ളതാണ്, ആ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ മുഴുവനായിട്ട് കാണാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്രയും ഒഴിഞ്ഞിടക്കുന്ന സ്ഥലത്താണ് ഹാജിമാർ താമസിക്കുന്നത്. പക്ഷേ ഹാജിമാർ വരുന്നതിന് മുമ്പായിട്ട് ഇവിടേക്ക് ആളുകൾക്ക് താമസിച്ചിരുന്നു. റമദാൻ കഴിഞ്ഞതോടുകൂടി ഇവിടുത്തെ ബിൽഡിംഗ് ഒന്ന് കൊഴിയാൻ പറഞ്ഞു, കാരണം ഹജ്ജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഹജ്ജ് ഈ ഒരു ബിൽഡിങ്ങിന് പുറമെയൊക്കെ ഇന്ത്യൻ ഫ്ലാഗ് ഒട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഹജ്ജിന് വേണ്ടി കൊടുക്കുന്ന, ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കി ഈ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങൾ വന്നവർക്കറിയാം. മസ്ജിദുൽ ജാമിഅ ഇബ്നു മഹ്ഫൂസ് എന്നാണ് പള്ളിയുടെ പേര്. ഇതിന്റെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടാകാറുണ്ട് ഹജ്ജിന്റെ സമയത്ത്, ഹാജിമാർ വരുന്ന സമയത്ത്. എന്തായാലും ഈ ഒരു സ്ഥലങ്ങളിൽ ഈ ഒരു സ്ട്രീറ്റിലൊക്കെയാണ് മലയാളി ഹാജിമാർ താമസിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഹാജിമാരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. ഇത് അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ്. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, ബസ് സ്റ്റോപ്പുകൾ കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഹാജിമാർ വന്ന് ഇവിടെ തിരക്കാകുന്ന സമയത്തും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകും. എല്ലാ വർഷവും അങ്ങനെയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള റൂമുകളൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, ഇവിടെ ആർക്കും എപ്പോഴും രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഭയങ്കര സുരക്ഷയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഒരു പേടിയും പേടിക്കാതെ തന്നെ ഹാജിമാർക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ആരും നിങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. സഹായത്തിന് എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ തന്നെ പല സംഘടനകളുടെ വളണ്ടിയേഴ്സും 24 hours ഇവിടെ തന്നെ ഉണ്ടാകാറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മലയാളികൾ ഉൾപ്പെടെ വരുന്ന ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് എല്ലാ വർഷവും ഹാജിമാർക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. അതായത് മഹ്തത്തുൽ ബങ്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഒരുപാട് ഹജ്ജ് ബിൽഡിങ്ങുകളുള്ള സ്ഥലമാണ്. പിന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുല്ല ഹയാത്ത് എന്ന് പറയുന്ന സ്ഥലം, മൂന്നാമത്തത് നസീം എന്ന് പറയുന്ന സ്ഥലം. ഈ 3 സ്ഥലത്താണ് ഇവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ വർഷവും ഇവിടെ തന്നെയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഹജ്ജ് ബിൽഡിങ്ങിൻ്റെ പരിസരത്താണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ ഹജ്ജ് ബിൽഡിങ്ങിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ബോർഡ് ഉണ്ടാവും. അതായത് ഇന്ത്യൻ ഫ്ലാഗ് ഒട്ടിച്ചിട്ട് 169ാമത്തെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിനും നമ്പറുകൾ ഉണ്ടാവും കേട്ടോ. ഏകദേശം വരുന്ന 600ഓളം ബിൽഡിംഗ് ഹാജിമാർക്ക് ഇത്തവണ റെഡി ആയിട്ടുണ്ട്. എല്ലാ വർഷവും അത്ര തന്നെ ഉണ്ടാവാറുള്ളത്. ഇത്തവണയും 600 ബിൽഡിങ്ങുകളോളം ഹാജിമാർക്കുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജ് ബിൽഡിംഗ് ഹജ്ജ് 2024 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ബോർഡിലൊന്നും ഇയർ കൊടുത്തിട്ടില്ല. ചിലപ്പം ഇവർ അടുത്ത വർഷവും ഇതേ ബോർഡ് തന്നെ ഉപയോഗിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഹാജിമാർക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കടകളും കാര്യങ്ങളും സൗകര്യങ്ങളും ഹോട്ടലുകളും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഡിസ്പെൻസറികൾ, പിന്നെ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ഹാജിമാർ താമസിക്കുന്ന അതിൻ്റെ പരിസരത്ത് തന്നെയുള്ളത്. പിന്നെ വീൽ ചെയർ കിട്ടുന്ന സ്ഥലങ്ങൾ, ബ്രാഞ്ച് ഓഫീസുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഹാജിമാർക്ക് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും പരിചയപ്പെടുത്തിയതാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ഹാജിമാർക്ക് വേണ്ടി എല്ലാ വർഷവും കൊടുക്കുന്നത് തന്നെയാണ്. അതുപോലെ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് താമസിക്കാൻ ഇവിടെ ഗവൺമെൻറ് റെഡിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തയ്യാറായിട്ടുള്ള ബിൽഡിങ്ങുകൾ കാണിച്ചു തരാമെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് റൂം സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. പല സൗകര്യങ്ങളും ഉണ്ട്, നിങ്ങളിവിടെ വരുന്ന സമയത്ത് മനസ്സിലാവും അതൊക്കെ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള അതിന് മുമ്പത്തെ വർഷമൊക്കെ വന്നിട്ടുള്ള ഹാജിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓർമ്മ പുതുക്കലായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ ഒക്കെ. കാരണം നിങ്ങൾ താമസിച്ച് 40 ദിവസത്തോളം തങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. പ്രധാനമായിട്ടും പുതിയ ആളുകൾ വരുന്നവരുണ്ട്, അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും പഴയ ആളുകൾക്ക് ഒന്നും കൂടെ ഒന്ന് ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ഓരോ ബോർഡുകളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകൾ, അതായത് എംബസിയിൽ നിന്നും ഹജ്ജ് ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു സ്ട്രീറ്റ് വളരെ തിരക്കാകുന്ന സമയമുണ്ട്. അതായത് ഹാജിമാരെല്ലാവരും വന്നു ചേരുന്ന സമയത്ത്
ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾ ഈ ഒരു വലിയ ബിൽഡിംഗ് 4 ബിൽഡിംഗ് കാണാം. ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, ഇതൊരു മാർക്കിംഗ് പോയിന്റ് ആണ്. കാരണം പല ഭാഗങ്ങളിലേക്കും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബിൽഡിംഗ് ദൂരെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയും വഴി തെറ്റാതെ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടത്. അബ്ദുള്ള ഹയാത്തിൽ താമസിച്ച ആളുകളൊക്കെ ഉണ്ടാവും. ആ ഭാഗത്തുള്ള പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് അവിടുത്തെ ഹജ്ജ് ബിൽഡിങ്ങുകൾ. ഇങ്ങനത്തെ മഞ്ഞ ബസ്സുകളും നിങ്ങൾക്ക് ഹാജിമാർക്ക് ഹറമിലേക്ക് പോകാനൊക്കെ സൗകര്യങ്ങളുള്ള ബസ്സുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ പലരും ഈ അബ്ദുള്ള ഹയാത്തിൽ ഈ മുംതാസ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചവർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവിടുന്ന് കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഹോട്ടല് മലയാളി ഹോട്ടൽ നല്ല സൗകര്യമായിരുന്നു, പക്ഷെ അത് പൂട്ടിപ്പോയിട്ടുണ്ട്. ഇൻഷാല്ലാ വേറെ ഹോട്ടലുകളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹാജിമാർ മുംതാസ് ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു വലിയ ഗ്രൗണ്ടിൽ, ഇടതുഭാഗത്ത് കാണുന്ന ഈ വലിയ ഗ്രൗണ്ടിൽ ഒരുപാട് ബസ്സുകൾ ഹജ്ജിന്റെ സമയത്ത് നിറഞ്ഞു വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാജിമാർക്ക് ഓരോ സ്റ്റോപ്പിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ബസ്സുകൾ നിർത്തിയിടുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്താണ് സൗകര്യം എന്നുള്ളത്. നമ്മളിപ്പോൾ കയറി പോകുന്നത് 191ാമത്തെ ബിൽഡിങ്ങിലേക്കാണ്. കാണിച്ചു തരാം. നമ്മളിപ്പോൾ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഹാജിമാർക്കുള്ള ഈ റൂം റെഡി ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 റൂമേ ഉള്ളൂ. ഇതൊരു ബെഡ്റൂമാണ്, ഇവിടെ ഒരു റൂമുണ്ട്, ഇത് ബാത്റൂമാണ് കേട്ടോ. വാഷ് ബേസിനും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു റൂമിൽ റൂം നമ്പർ 305, അതിൽ നമ്പർ ഓഫ് പിൽഗ്രിംസ് 7 ആൾക്കാർ, 7 ഹാജിമാർ ഇവിടെ ഉണ്ടാവും ഈ റൂമിൽ. അപ്പോൾ നിങ്ങൾ ഈ റൂമിൻ്റെ സൗകര്യം നോക്കുക. ഇവിടെ കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റും എല്ലാ കാര്യങ്ങളും, AC എല്ലാം ഓണാണ്. പിന്നെ എത്ര ബെഡ്, 1 2 3 4 5 6 7 ബെഡുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 7 ഹാജിമാർക്ക് താമസിക്കാനുള്ള റൂം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച 2 റൂമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ബാത്റൂമാണ്. യൂറോപ്യൻ ക്ലോസറ്റും ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്. വാഷ് ബേസിന് ഇവിടെ അതുപോലെ തന്നെ 6 പേർക്കാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ റൂം, ഓരോ ഡോറിന് മുകളിൽ എഴുതിയിട്ടുണ്ട് എത്ര പേർക്കാണെന്നുള്ളത്. 304 റൂം നമ്പർ. അപ്പം 6. അപ്പോൾ ഇതാണ് അവർക്കുള്ള സൗകര്യങ്ങൾ കേട്ടോ. ഇവിടെ ഇതേപോലെ എല്ലാ റൂമിലും AC ഉണ്ട്, ഫാനുണ്ട്, പിന്നെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെച്ചൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളത് 6 പേർക്കുള്ള ബെഡും എല്ലാം റെഡിയാണ്. പിന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3 ബെഡ്റൂമുള്ളൊരു ഹാളാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം നമ്പർ, ഇത് കിച്ചണാണ്, ഇത് കോമൺ കിച്ചണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ താമസിക്കുന്ന ഈ ഒരു 3 ബെഡ്റൂമുകളിൽ താമസിക്കുന്ന എത്ര ഹാജിമാരുണ്ടോ അത്രയും ഹാജിമാർക്ക് ഉപയോഗിക്കാനുള്ള കിച്ചണാണിത്. കിച്ചണൊക്കെ അത്യാവശ്യം വലിയ കിച്ചണാണ്. ഗവൺമെൻറ് ഹോട്ടലിൽ വരുന്ന ഹാജിമാർക്കൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണക്ഷനും ഗ്യാസ് സ്റ്റവും ഒക്കെ ഉണ്ട്. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാരിസ്മാരുണ്ടാവും, അതായത് ഈ ഒരു ബിൽഡിംഗ് നോക്കി നടത്തുന്ന ആൾക്കാരുണ്ടാവും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്യാസ് നിറച്ചിട്ട് അവർ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, ഫ്രിഡ്ജുണ്ട്, വലിയൊരു ഫ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ഫ്രിഡ്ജുണ്ട്, പിന്നെ കബോർഡ്, വാഷ് ബേസിൻ, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 റൂമുള്ള ഏരിയയിൽ ഒരു ഹാളുണ്ട്, മെയിൻ വലിയൊരു ഹാളുണ്ട്. ഈ ഒരു ഹാള്, ഇവിടെ കിച്ചൺ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. കിച്ചൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഹാള്, ഇവിടെ ചെറിയൊരു ടേബിളും കാര്യങ്ങളും ചെയറും കസേരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്ത് ഒരു 3 ബെഡ്റൂം, ഒന്ന് ഇവിടെയാണ്, ഒന്ന് അവിടെയുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതൊരു കോമൺ ബാത്റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ബാത്റൂം വേറെ ഉണ്ട് കേട്ടോ. ഇതൊരു നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. പിന്നെ ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇതിലുള്ള 301 റൂം നമ്പർ. ഇതിൽ 4 പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്ന ഹാജിമാർ എവിടേക്കാണ്, ഏത് റൂമിലാണ് താമസിക്കേണ്ടത് എന്നുള്ള വരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബാഗിൻ്റെ മുകളിലും നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അവർക്കുള്ള 4 പേർക്കുള്ള ബെഡ് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ AC, ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ റൂമിലാണെന്നുണ്ടെങ്കിലും അതേ സൗകര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ റൂമിൽ ഇതൊരു ഫയർ എക്സിറ്റ്, എമർജൻസി എക്സിറ്റാണ്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 302ാമത്തെ റൂം, ഇതിൽ 2 പേരാണ്. അപ്പോൾ ഓരോ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് എത്ര ആളുകൾ താമസിക്കണം എന്നുള്ളത്, എത്ര ഹാജിമാർ താമസിക്കണം എന്നുള്ളത് പറയുന്നത്. റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് എത്ര ഹാജിമാർ താമസിക്കണം എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ബെഡാണ് ഉള്ളത്, 2 ഹാജിമാർ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പം ഇതാ ബാത്റൂമിൽ നിങ്ങൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വാഷ് മെഷീനും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വലിയ ബാത്റൂമാണ്. സൗകര്യങ്ങളൊക്കെ എല്ലാ ഹജ്ജ് ബിൽഡിങ്ങിലും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഹജ്ജ് ബിൽഡിങ്ങിൽ കയറി ഞാൻ വീഡിയോ എടുക്കുന്നതാണ്, പെർമിഷനൊക്കെ ചോദിച്ചിട്ട്.
303 ഈ റൂം. ഇവിടെ 4 ഹാജിമാരുണ്ടാവുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ബിൽഡിംഗ് നമ്പർ 191 303 റൂം നമ്പറിൽ 4 ഹാജിമാർ. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പോലെ തന്നെ അലമാര കാര്യങ്ങളുണ്ട്. ഒരു ബെഡ്, 4 ബെഡുകൾ ഇട്ടിട്ടുണ്ട്. AC, ഫാന്, എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് എല്ലാ ബിൽഡിങ്ങിലും. അതായത് ഇവിടെ 600ഓളം ബിൽഡിങ്ങുകളും മലയാളി ഹാജിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഹാജിമാർക്ക് കൊടുക്കുന്നുണ്ട് സൗകര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടുള്ള താമസ സൗകര്യങ്ങൾക്കൊക്കെ ഏകദേശം ഇതാ ഓരോ ബിൽഡിങ്ങിലും ഓരോ രീതിയിലായിരിക്കും. റൂമിൻ്റെ വലുപ്പമാണെങ്കിലും സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്തായാലും അത്തരം സൗകര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ഹാജിമാർക്ക്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർക്കുള്ള പെർമിഷൻ, താമസിക്കാനുള്ള പെർമിഷൻ, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഇന്ത്യൻ ഫ്ലാഗോട് കൂടിയിട്ട് ഓരോ ബിൽഡിംഗ് നമ്പറും ചെയ്യുന്നത്. ഇന്ത്യൻ ഫ്ലാഗോട് കൂടിയിട്ട് ഓരോ ബിൽഡിംഗ് നമ്പറും ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നാളെ അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ കാണാം. ആ വീഡിയോ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് നല്ല അപ്ഡേഷനുകളും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളും കാഴ്ചകളും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തന്നിട്ട്. അപ്പോൾ എന്തായാലും നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.